നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂന്നക്ക സമാന്തര ലോട്ടറി. തൃക്കരിപ്പൂർ മീലിയാട്ടും പടന്ന കൊക്കാക്കടവിലും 3 പേർ അറസ്റ്റിൽ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം അർഹരായവർക്ക് എന്ന നിലയിലെ പരാമർശം ആശങ്കയുണ്ടാക്കുന്നതായി 1031 എൻഡോസൾഫാൻ സമരസമിതി. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. പെരുവാട് ദേശീയപാതയിലുണ്ടായ വാഹനാപകടം. കാറിന്റെ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകിയത് ഫയർഫോഴ്സിനെ അറിയിച്ച് നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ. മലയാള ദിനാചരണം ഭരണഭാഷാ വാരാഘോഷം 2025 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദി കാസർഗോഡ് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം നടന്നു. സംഘം പ്രസിഡന്റ് സീതാറാം ആചാര്യ യോഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയിൽ കന്നഡ ഭാഷയോട് അവഗണന കാണിക്കുകയാണെന്നാരോപിച്ച് BJP പ്രതിഷേധം. കന്നഡ ബോർഡും സ്ഥാപിച്ചു. വാർത്തകൾ വിശദമായി. തൃക്കരിപ്പൂർ മീലിയാട്ടും പടന്ന കൊക്കാക്കടവിലും 3 അക്ക സമാന്തര ലോട്ടറി നടത്തിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SI K രാമചന്ദ്രൻ എന്നിവർ ചേർന്നാണ് സംഘത്തെ പിടികൂടിയത്. കേരള ലോട്ടറി ഫലമുപയോഗിച്ച് 3 അക്ക നമ്പർ സമാന്തര ലോട്ടറി നടത്തിയ 3 പേരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ചന്ദേര പോലീസ് അറസ്റ്റ് ചെയ്തു. തൃക്കരിപ്പൂർ വെള്ളാപ്പിനടുത്ത് മീലിയാട്ടും പടന്ന പഞ്ചായത്തിലെ കൊക്കാക്കടവിലുമാണ് 3 അക്ക ലോട്ടറി പോലീസ് പിടികൂടിയത്. മീലിയാട്ട് കേന്ദ്രത്തിൽ നിന്നും മാച്ചിക്കാട്ട് സ്വദേശി A ലക്ഷ്മണൻ, മീലിയാട്ടെ M പ്രേമരാജ് എന്നിവരെയും പടന്ന കൊക്കാക്കടവ് ജംഗ്ഷനിൽ നിന്നും മീലിയാട്ട് സ്വദേശി E ഷൺമുഖദാസിനെയുമാണ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SI K രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേരള സംസ്ഥാന ലോട്ടറി ടിക്കറ്റിൽ 1ാം സമ്മാനം നേടുന്ന നമ്പറിൻ്റെ അവസാന 3 അക്കങ്ങൾ വരുന്നവർക്ക് 5000 രൂപ സമാന്തര ലോട്ടറി സംഘം നൽകി വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. 10 രൂപ ഈടാക്കി സമാന്തര ലോട്ടറി കച്ചവടം നടത്തുന്നതിനുപയോഗിച്ച കടലാസു കഷ്ണങ്ങളും മൊബൈൽ ഫോണുകളും മറ്റും പോലീസ് 2 കേന്ദ്രങ്ങളിൽ നിന്നും പിടിച്ചെടുത്തു. മീലിയാട്ട് നിന്ന് മൊബൈൽ ഫോണും 2100 രൂപയും പടന്ന കൊക്കാക്കടവിൽ നിന്നും ഫോണും 7450 രൂപയുമാണ് പോലീസ് കണ്ടെടുത്തത്. ലോട്ടറി റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് അറസ്റ്റ് ചെയ്ത 3 പേരെയും കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് പെരവാട് ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരനായ BJP പ്രവർത്തകൻ ഹരീഷ് കുമാർ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു. ആന്തരിക രക്തസ്രാവം കാരണമാണ് മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഹരീഷ് കുമാർ മരിച്ചത് ചികിത്സാ പിഴവെന്നാരോപിച്ച് കുമ്പള സഹകരണ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു. കുമ്പള പെർവാഡ് ദേശീയപാതയിൽ തിങ്കളാഴ്ച രാത്രിയാണ് വാഹനാപകടമുണ്ടായത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ എതിരെ വരികയായിരുന്ന കാർ ഇടിക്കുകയും ഹരീഷ് കുമാറിന് പരിക്കേൽക്കുകയുമായിരുന്നു. കുമ്പള ജില്ലാ സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ രാത്രിയിൽ മരണം സംഭവിച്ചു. പിന്നാലെ ആശുപത്രിയിലെ ചികിത്സയിലെ പിഴവാണ് മരണത്തിന് ഇടയാക്കിയതെന്ന് BJP ആരോപിക്കുകയും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത്. ആന്തരിക രക്തസ്രാവവും പരിക്കുകളുമാണ് മരണകാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതെന്ന് പോലീസ് വിശദീകരിച്ചു. ഹരീഷ് കുമാറിൻ്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കുണ്ടങ്കേരൊടുക്ക ശ്മശാനത്തിൽ സംസ്കരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ആരിക്കാടിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനായി നിരവധി പേരാണ് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അർഹരായവർക്ക് എന്ന നിലയിലെ പരാമർശം ആശങ്കയുണ്ടാക്കുന്നതായി 1031 എൻഡോസൾഫാൻ സമരസമിതി. വർഷങ്ങൾ നീണ്ട സമരത്തെ തുടർന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ദുരിതബാധിതർക്ക് ലഭിക്കുക എന്നത് സ്വാഭാവിക നീതിയാണെന്നും സമരം ചെയ്ത് അനർഹരെ പട്ടികയിൽപ്പെടുത്തുവാൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതവും പ്രതിഷേധാർഹവുമാണെന്നും സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് വഴി 2017 കണ്ടെത്തിയ 1031 പേരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കുമെന്ന് 2024 ജൂലൈ 10 മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചത്.
1.5 വർഷമായിട്ടും സൗജന്യ ചികിത്സ പോലും ലഭിക്കാത്ത ഘട്ടത്തിൽ അമ്മമാരും മക്കളും കളക്ടറേറ്റിലെത്തി പ്രതിഷേധിച്ചു. തുടർന്നുണ്ടായ മന്ത്രിസഭാ യോഗ തീരുമാനത്തിലാണ് അർഹതയെന്നത് എടുത്തു പറയുന്നത്. 1031 പേരും അർഹരായതുകൊണ്ടാണ് സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. നിയമസഭാ രേഖയിലും അതുണ്ട്. 2017 ഏപ്രിൽ 5 മുതൽ 9 വരെ 5 ഇടങ്ങളിലായി നടത്തിയ പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് 1905 പേരെ പട്ടികയിൽപ്പെടുത്തിയതായി അന്നത്തെ ഡെപ്യൂട്ടി കളക്ടർ അറിയിക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഒരു കാരണവുമില്ലാതെ 287 വെട്ടിക്കുറച്ചു. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ രേഖകൾ പരിശോധിച്ച് 76 പേരെ കൂടി കൂട്ടിച്ചേർത്തു. എന്നാൽ ഭൂരിഭാഗം കുട്ടികളും പുറത്തായിരുന്നു. പിന്നീട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പട്ടിണി സമരത്തിനൊടുവിലാണ് 18 വയസ്സിൽ താഴെയുള്ള 511 കുട്ടികളെ പട്ടികയിൽപ്പെടുത്തിയത്. അപ്പോഴും 1031 പേരുടെ കാര്യത്തിൽ തീരുമാനമായില്ല. സമരം ചെയ്താലേ അർഹമായ സഹായം ലഭിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങളെന്നും സെൽ യോഗം പോലും ജില്ലയിൽ ചേരുന്നില്ലെന്നും ചുമതലയുള്ള മന്ത്രി പലതവണ ജില്ലയിൽ വന്നെങ്കിലും ഇരകളെ പരിഗണിക്കുന്നത് പോലുമില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളുടെ തുടർച്ചയുള്ള സമരത്തെ തുടർന്ന് മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ് ദുരിതബാധിതർക്ക് ലഭിക്കുക എന്നത് സ്വാഭാവിക നീതിയാണെന്നും സമരം ചെയ്ത് അനർഹരെ പട്ടികയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതവും പ്രതിഷേധാർഹവുമാണെന്നും സമരസമിതി ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. എൻഡോസൾഫാനൊന്നും അല്ല ഇത് എന്ന് പറയുന്ന രീതിയിലേക്ക് ചില നീക്കങ്ങൾ അത് ഇന്ന് തുടങ്ങിയതല്ല, വളരെ നേരത്തെ തുടങ്ങിയതാണ്. പക്ഷെ അവരിപ്പോൾ കുറച്ചുകൂടി ശക്തരാണ്. അവരല്ല എന്ന് പറയുന്നതിന് ഞങ്ങൾക്ക് മറ്റ് എതിർപ്പുകളൊന്നുമില്ല. കാരണം അവർക്ക് പറയാം, കാരണം പിന്നെ ഇത് ഇല്ലടത്തോളം കാലം വേണമെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ആ ആധികാരികത തെളിയിക്കേണ്ടത് ഇനി സുപ്രീം കോടതിയിലാണ്. DYFI സുപ്രീം കോടതിയിൽ പോയി നിർണായകമായൊരു വിധി നേടിയിട്ടുണ്ട്. 2017 11 നിരോധിക്കാനുള്ള വിധി നേടി, 2017 ഇവിടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിധി നേടിയിട്ടുണ്ട്. ഇപ്പം സുപ്രീം കോടതിയിൽ ഇത് അല്ല എന്ന് പറയാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമുക്ക് വാദിച്ച് ജയിക്കാത്തിടത്തോളം കാലം നമ്മളിവിടെ ഇതല്ല എന്ന് 100 വട്ടം പറഞ്ഞതുകൊണ്ടും ഈ പറയുന്ന ആളുകൾക്ക് കാര്യമില്ല. കെ ബിന്ദു, തസ്രിയ ചെങ്കള, CH ഖദീജ, P ഷൈനി, അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക. രാജ്മോഹൻ ഉണ്ണിത്താനി MP കക്ഷി. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക. രാജ്മോഹൻ ഉണ്ണിത്താനി MP ഉദ്ഘാടനം നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ വിതരണം ചെയ്യും. കേരള വിഷനും കുടുംബശ്രീയും സംയുക്തമായാണ് അവാർഡ് ഒരുക്കുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം നിർവഹിക്കും. E ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിക്കും. MLA മാരായ M രാജഗോപാലൻ, CH കുഞ്ഞമ്പു, NA നെല്ലിക്കുന്ന്, AKM അഷ്റഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ IAS, ജില്ലാ കളക്ടർ K ഇമ്പശേഖർ, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ മാങ്ങാട്, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രാജു കട്ടക്കയം, കുടുംബശ്രീ DMC രതീഷ് പിലിക്കോട്, മുനിസിപ്പൽ വാർഡ് കൗൺസിലർ K ലത എന്നിവരും അതിഥികളായിരിക്കും. ചടങ്ങിൽ രാഷ്ട്രീയ, കലാ, സാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന ജില്ലാതല പുരസ്കാരങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ വിതരണോദ്ഘാടനമാണ് നടക്കുക.
കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് വിദഗ്ധരടങ്ങിയ ജൂറി തെരഞ്ഞെടുത്ത ഏറ്റവും മികച്ച 10 മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്കാണ് ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകുക. പുരസ്കാര വിതരണത്തിന് ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെട്ടവരുടെ വർണ്ണാഭമായ കലാസന്ധ്യയും നടക്കും. കേരളത്തിലെ കുടുംബശ്രീ എന്നുള്ള ഒരു മഹാപ്രസ്ഥാനം ദേശീയ തലത്തിലും അതുപോലെ ലോകത്തിന് തന്നെ മാതൃകയായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ്. എന്നാൽ ഈ ലോകത്തിന് മാതൃക എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു കുടുംബശ്രീ യൂണിറ്റുകൾക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള വിഷൻ ന്യൂസും സംസ്ഥാന കുടുംബശ്രീ മിഷനുമായി കൂടിയാലോചിച്ച് ഇത്തരം മാതൃകാപരമായ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെ പൊതുജനങ്ങൾക്കിടയിൽ കൊണ്ടുവരേണ്ടതും അവരെ കൂടുതൽ പ്രൊമോഷൻ നൽകിക്കൊണ്ട് തന്നെ ഇത്തരം സംരംഭങ്ങൾക്ക് പ്രചോദകമാകുന്ന രീതിയിലുള്ള ഒരു കൂട്ടായ്മയായി വളർത്തുന്നതിന് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കൂടി ഭാഗമായി ആ ഒരു ദൗത്യം കേരള വിഷൻ ന്യൂസ് ഏറ്റെടുക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുടുംബശ്രീ മിഷനുമായി ആലോചിച്ച് ഇതിൻ്റെ ഏത് രീതിയിലായിരിക്കണം എന്നുള്ള ഒരു ആലോചന യോഗത്തിൽ തന്നെ കൃത്യമായിട്ട് കുടുംബശ്രീ മിഷൻ്റെ നിർദ്ദേശം വന്നു. കേരളത്തിലെ 14 ജില്ലക്കകത്തും ഏറ്റവും മികച്ച സംരംഭകരെ കണ്ടെത്തിക്കൊണ്ടായിരിക്കണം ഈ പ്രവർത്തനത്തിൽ പോകേണ്ടത്. ഇതിൻ്റെ ഭാഗമായിട്ട് കേരള വിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും സംയുക്തമായിട്ട് ഇതിനകം തന്നെ ഏറ്റവും അവസാനം കണ്ണൂർ ജില്ലയിലടക്കം 10 ജില്ലകളിൽ ഈ പരിപാടികൾ നടത്തപ്പെടുകയുണ്ടായി. രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ തെരഞ്ഞെടുത്ത് ആദരിക്കുന്നത്. ഇതിനായി കേരള വിഷൻ 14 ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു വരുന്നു. ഓരോ ജില്ലയിൽ നിന്നും 10 മേഖലകളിൽ മികവ് പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ തെരഞ്ഞെടുക്കുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനായി പ്രത്യേക ജൂറിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നായി 140 മൈക്രോ എന്റർപ്രൈസസുകളെ കണ്ടെത്തിയതിനു ശേഷം മികവ് തെളിയിക്കുന്ന 10 യൂണിറ്റുകൾക്കാണ് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി മനോജ് കുമാർ, കേരള വിഷൻ ന്യൂസ് ഡയറക്ടർ ഷുക്കൂർ കൊളിക്കര, CCN MD മോഹനൻ TV, സിഒഎ ജില്ലാ ട്രഷറർ പി വിനു, മേഖലാ സെക്രട്ടറി പ്രകാശൻ പി, കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ PR തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് പെർവാട് ദേശീയപാതയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ കാറിന്റെ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകിയത് ഗതാഗത തടസ്സത്തിന് കാരണമായി. ഫയർഫോഴ്സ് എത്തി നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് റോഡിലെ ഡീസൽ കഴുകിക്കളഞ്ഞത്. തിങ്കളാഴ്ച രാത്രിയാണ് പെർവാട് ദേശീയപാതയിൽ ഒരാളുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടമുണ്ടായത്. കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സ്കൂട്ടർ യാത്രക്കാരനായ ആരിക്കാടി പാറസ്ഥാനത്തെ BJP പ്രവർത്തകൻ N ഹരീഷ് കുമാർ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. വാഹനാപകടത്തിൽ കാറിന്റെ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകുകയും അത് ഗതാഗത തടസ്സത്തിന് കാരണമാകുകയും ചെയ്തു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി റോഡിലെ ഡീസൽ കഴുകിക്കളഞ്ഞു. നാട്ടുകാർ യഥാസമയം വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കൃത്യമായി ഫയർഫോഴ്സിനെത്തുവാനായതും ഡീസൽ റോഡിലേക്ക് ഒഴുകിപ്പരന്നത് കഴുകിക്കളയുവാനായതെന്നും ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞു. സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ വീണ്ടും അപകടത്തിന് സാധ്യത ഉണ്ടാകുമായിരുന്നുവെന്നും ഫയർഫോഴ്സ് അധികൃതർ കൂട്ടിച്ചേർത്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ VN വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ എത്തിയ ഫയർഫോഴ്സ് റോഡിൽ സോപ്പ് പൊടി വിതറി വെള്ളം പമ്പ് ചെയ്താണ് ഡീസൽ കഴുകി കളഞ്ഞത്. KR അജീഷ്, S അരുൺകുമാർ, PC മുഹമ്മദ് സിറാജുദ്ദീൻ, അരുണ P നായർ, K ശ്രീജിഷ, ഹോംഗാർഡ് PV രഞ്ജിത്ത് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ മലയാള ദിനാചരണം ഭരണഭാഷാ വാരാഘോഷം 2025 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു.
കാസർഗോഡ് ഇൻഫോർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മലയാള ദിനാചരണം ഭരണഭാഷാ വാരാഘോഷം 2025 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഇന്നു മുതലല്ല അപ്പോഴും ശ്രമിക്കേണ്ടതാണ്. ഇന്നു മുതൽ ശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓരോ ദിവസവും മലയാളം മാത്രം പറഞ്ഞു ശീലിക്കാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെ പഠിക്കണം, അല്ലെങ്കിൽ അത് നന്നായിട്ട് അവർക്ക് ഇതാക്കാൻ ചെയ്യാൻ പഠിക്കണം. കാരണം നമ്മളെ പോലെ മലയാളികൾ മാത്രമായിരിക്കില്ല ആ ഇന്റർവ്യൂ ബോർഡിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമുഖം എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പോ ഞാൻ ഇന്ന് രാവിലെ മുതലേ ശ്രമിച്ചിട്ട് കുറെ പരാജയപ്പെട്ടതാണ്. പിന്നെ ഞാനത് ഒഴിവാക്കി. അപ്പൊ നമ്മളെല്ലാവരും ശ്രമിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് ഭരണഭാഷ മലയാളം എന്നത് നമ്മൾ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾ ഉദ്യോഗസ്ഥരാണ് കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും അത് ആ ഒരു ഭാഷാ സ്വാധീനം മറ്റുള്ളവരിൽ ചെലുത്തുക എന്നത് ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കാര്യമായ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ അതിദാരിദ്ര്യ മുക്ത കേരളമാകാൻ വേണ്ടി പോവുകയാണ്. ആ അതിദാരിദ്ര്യ മുക്ത കേരളത്തിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് ഒരു കുടുംബത്തിന് അത്യാവശ്യം വേണ്ടത്? നമ്മൾ പറഞ്ഞ രീതിയിൽ 64,008 കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുന്നത്. ഈ 64,008 കുടുംബങ്ങളെ കണ്ടെത്താൻ കേരളം ഒരുപാട് പ്രാക്ടീസുകൾ നടത്തി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. എന്താ ആദ്യം ചെയ്തത്? ഗ്രാമസഭയിലൂടെ ഈ അതിദാരിദ്ര്യത്തിന്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുക എന്നതാണ്. ആ ഗ്രാമസഭ കണ്ടെത്തിയ ഗുണഭോക്താക്കളെ ഒന്നുകൂടി പരിശോധിച്ചുകൊണ്ട് അവർ അർഹതപ്പെട്ടതാണോ എന്ന് പരിശോധിക്കാൻ 2ാം ഘട്ടം. 3ാം ഘട്ടം അവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. 4ാം ഘട്ടം ആ ലിസ്റ്റ് തയ്യാറാക്കിയവരെ നേരിൽ കണ്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ പരിതസ്ഥിതികൾ വിലയിരുത്തുക. അതിനുശേഷം 5ാം ഘട്ടം അവരുടെ ആവശ്യകതകൾ, എന്തൊക്കെ ആവശ്യങ്ങളാണ് അവർക്ക് വേണ്ടത് അത് കണ്ടും അവരിൽ നിന്ന് കേട്ടും തയ്യാറാക്കുക. അതിനുശേഷം ആ ആവശ്യകതകൾ എത്രത്തോളം നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. ADM അഖിൽ പി അധ്യക്ഷത വഹിച്ചു. LA ഡെപ്യൂട്ടി കളക്ടർ KAS M രമീസ് രാജ മലയാള ദിന പ്രതിജ്ഞ ചൊല്ലി. അധ്യാപികയും സാംസ്കാരിക പ്രവർത്തകയും സിനിമാ താരവുമായ CP ശുഭ മുഖ്യപ്രഭാഷണം നടത്തി. മലയാളം, കന്നഡ ഭാഷകളിൽ ഭാഷാപോഷണത്തിന് സംഭാവന ചെയ്ത പ്രമുഖ മലയാളം എഴുത്തുകാരി സീതാദേവി കരിയാട്ട്, പ്രമുഖ കന്നഡ തുളു എഴുത്തുകാരിയായ കുശാലാക്ഷി K എന്നിവർക്ക് ആദരവ് നൽകി. മലയാളം കവി രവീന്ദ്രൻ പാടി, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ AP ദിൽന എന്നിവർ ഇവരെ പരിചയപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ R ഷൈനി, എൻഡോസൾഫാൻ ഡെപ്യൂട്ടി കളക്ടർ KAS ലിബു S ലോറൻസ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ K രതീഷ് കുമാർ, കാസർഗോഡ് ഹുസൂർ ശിരസദ്ദാർ V സതീഷ് കുമാർ, കാസർഗോഡ് കളക്ടറേറ്റ് അക്ഷര ലൈബ്രറി പ്രസിഡന്റ് A ആശാലത എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ M മധുസൂദനൻ സ്വാഗതവും ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസ് AIO S ചിലങ്ക നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദി കാസർഗോഡ് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്നു. സംഘം പ്രസിഡന്റ് സീതാറാം ആചാര്യ യോഗം ഉദ്ഘാടനം ചെയ്തു. ദി ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ സഹകരണ സംഘത്തിൻ്റെ 2024-2025 വർഷത്തെ വാർഷിക പൊതുയോഗം കാസർഗോഡ് കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഹാളിൽ നടന്നു. സംഘം പ്രസിഡന്റ് സീതാറാം ആചാര്യ യോഗം ഉദ്ഘാടനം ചെയ്തു. സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. ബോർഡ് അംഗങ്ങളായ രാഘവൻ ആചാരി, ടി വാമൻ ആചാര്യ, TK വിജയൻ, വിഷ്ണു ആചാര്യ, വസന്തി ജനാർദ്ദൻ, വനിത, ഓമന KG, പത്മാവതി A, UV ചന്ദ്രൻ, UK ഉപേന്ദ്രൻ ആചാരി, സ്റ്റാഫ് ഹർഷിത എന്നിവർ സംസാരിച്ചു. സംഘം സെക്രട്ടറി വിജയരാജൻ റിപ്പോർട്ട് അവതരണം നടത്തി. ബോർഡംഗം VK രാജപ്പൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് രാഘവൻ ദൊഡ്ഡുവയൽ നന്ദിയും പറഞ്ഞു. സംഘം പ്രവർത്തനം തുടങ്ങി 10 വർഷം പൂർത്തിയായതിനാൽ തന്നെ വിപുലമായ പരിപാടികളോടെയാണ് യോഗം നടന്നത്. യോഗത്തിൽ 2024-25 വർഷത്തെ സപ്ലിമെൻ്ററി ബജറ്റ് അംഗീകരിക്കൽ, 2026-27 വർഷത്തെ കരട് ബജറ്റ് അംഗീകരിക്കൽ, 2024-25 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അംഗീകരിക്കൽ എന്നിവ നടന്നു.
മറ്റ് കാര്യപരിപാടികളും യോഗത്തിൽ നടന്നു. 100ഓളം പേർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നഗരസഭയിൽ കന്നഡ ഭാഷയോട് അവഗണന കാണിക്കുകയാണെന്നാരോപിച്ച് BJP കാസർഗോഡ് നഗരസഭാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നഗരസഭ കന്നഡ വിരുദ്ധത കാണിക്കുകയാണെന്നാരോപിച്ച് കന്നഡ ബോർഡും സ്ഥാപിച്ചു. ಕನ್ನಡ ನಮ್ಮ ಹಕ್ಕು, ಕನ್ನಡ ನಮ್ಮ ಹಕ್ಕು, ಕನ್ನಡ ನಮ್ಮ ಹಕ್ಕು. ನಗರಸಭೆಯಲ್ಲಿ ಕನ್ನಡ ಕಡ್ಡಾಯಗೊಳಿಸಿರಿ, ನಗರಸಭೆಯಲ್ಲಿ ಕನ್ನಡ ಕಡ್ಡಾಯಗೊಳಿಸಿರಿ. ನೆನಪಿಸಲಿ, ಕನ್ನಡ ಬೋರ್ಡು ಬೇಕೇ ಬೇಕು, ಕನ್ನಡ ಬೋರ್ಡು ಬೇಕೇ ಬೇಕು. ಕನ್ನಡಕ್ಕೆ ಆಗುತ್ತಿರುವ ಅನ್ಯಾಯ ನಿಲ್ಲಿಸಿ, ಕನ್ನಡಕ್ಕೆ ಆಗುವ ಅನ್ಯಾಯ ನಿಲ್ಲಿಸಿ, ಕನ್ನಡಕ್ಕೆ ಆಗುವ ಅನ್ಯಾಯ ನಿಲ್ಲಿಸಿ. ಕನ್ನಡ ದಮನ ನೀತಿಗೆ ಧಿಕ್ಕಾರ, ಕನ್ನಡ ದಮನ ನೀತಿಗೆ ಧಿಕ್ಕಾರ, ಕನ್ನಡ ದಮನ ನೀತಿಗೆ ಧಿಕ್ಕಾರ, ಕನ್ನಡ ದಮನ ನೀತಿ. ಜೈ ಭಾರತ್ ಮಾತಾ, ಜೈ ಜೈ ಭಾರತ್ ಮಾತಾ. ಧಿಕ್ಕಾರ, ಧಿಕ್ಕಾರ. ನಗರಸಭೆಗೆ ಧಿಕ್ಕಾರ, ನಗರಸಭೆಗೆ ಧಿಕ್ಕಾರ, ನಗರಸಭೆಗೆ ಧಿಕ್ಕಾರ, ನಗರಸಭೆಗೆ ಧಿಕ್ಕಾರ. കാസർഗോഡ് നഗരസഭയിൽ കന്നഡ ഭാഷയെ അവഗണിക്കുകയാണെന്നാരോപിച്ച് BJP കാസർഗോഡ് നഗരസഭാ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. BJP കാസർഗോഡ് നഗരസഭാ സമിതി പ്രസിഡന്റ് വരപ്രസാദ് കോട്ടക്കണിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ಕಳೆದ 5 ವರ್ಷಗಳಿಂದ ಭಾರತೀಯ ಜನತಾ ಪಕ್ಷದ ಎಲ್ಲ ನಗರಸಭಾ ಸದಸ್ಯರು ನಿರಂತರವಾಗಿ ನಗರಸಭೆಯಲ್ಲಿ ಕನ್ನಡದ ಬೋರ್ಡ್ಗಳನ್ನು ಹಾಕಬೇಕು ಅಂತ ನಿರಂತರವಾಗಿ ಹೇಳಿಕೊಂಡು ಬರ್ತಾ ಇದ್ರು. 5 ವರ್ಷ ತನಕ ಇದನ್ನು ಮತ್ತಿನ ದಿನಗಳಲ್ಲಿ ಪಾಲನೆ ಮಾಡ್ತೇವೆ ಅಂತ ಹೇಳಿದ್ರು ಕೂಡ ಕೇಳದೆ ಇವತ್ತು ಇದು ನಮ್ಮ ನಗರಸಭೆಯ 5ನೇ ವರ್ಷದ ಕೊನೆಯ ಕೌನ್ಸಿಲ್. ಇಲ್ಲಿ ಕೂಡ ಇಂದಿನ ತನಕ ನಾವು ಕನ್ನಡ ಬರ್ಬೋದು ಅಂತ ಕಾದು ನಿಂತರೂ ಕೂಡ ಇವತ್ತು ತನಕ ಯಾವುದೇ ಕನ್ನಡದ ಫಲಕಗಳಾಗಲಿ ಬೋರ್ಡುಗಳಾಗಲಿ ನಗರಸಭೆಯಲ್ಲಿ ಕಾಣಲಿಕ್ಕೆ ಸಿಗಲಿಲ್ಲ. ಇದಕ್ಕೆ ವಿರುದ್ಧವಾಗಿ ಇನ್ನೂ ಯಾಕೆಂದರೆ ಕಾಸರಗೋಡು ನಗರದಲ್ಲಿ ನೀವು ಕಾಣ್ತಿರ್ಬೋದು, ಯಾವುದೇ ಫಾರ್ಮ್ಗಳಾಗಲಿ ಯಾವುದೇ ಅಪ್ಲಿಕೇಶನ್ಗಳಾಗಲಿ ಕನ್ನಡದಲ್ಲಿ ಸಿಗ್ತಾ ಇಲ್ಲ. ಕನ್ನಡದ ವಿರೋಧ ನೀತಿ ಮುಂದುವರಿತಾ ಇದೆ. ಕನ್ನಡದ ಬೋರ್ಡುಗಳು ಎಲ್ಲಿ ಕಾಣ್ತಾ ಇಲ್ಲ. ಕಾಸರಗೋಡು ನಗರಸಭೆಯ ಯಾವ ಭಾಗದಲ್ಲಿ ಹೋದರೂ ಡಿಜಿಟಲ್ ಬೋರ್ಡ್ಗಳು ಕಾಣ್ತಾ ಉಂಟು. ಡಿಜಿಟಲ್ ಬೋರ್ಡ್ಗಳಲ್ಲಿ ಎಲ್ಲ ಕನ್ನಡದಲ್ಲಿ ಯಾವುದೇ ಮಾಹಿತಿಗಳಿಲ್ಲ. നഗരസഭ കന്നഡ വിരുദ്ധത കാണിക്കുകയാണെന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ കന്നഡ ബോർഡും സ്ഥാപിച്ചു. നേതാക്കളായ സവിത ടീച്ചർ, വീണ അരുൺ ഷെട്ടി, ശ്രീലത ടീച്ചർ, ഉമാ കടപ്പൂർ, KG പവിത്ര, ദയാനന്ദ് പൂജാരി, വിമല തുടങ്ങിയവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ പേക്കടം കുറുവാപ്പള്ളിയറ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം വ്യാഴാഴ്ച സമാപിക്കും. പ്രധാന ആരാധനാമൂർത്തിയായ IT ഭഗവതി ഉൾപ്പെടെ വിവിധ തെയ്യക്കോലങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തി. പേക്കടം കുറുവാപ്പള്ളി അറയിൽ ദിവസങ്ങളായി നടന്നുവരുന്ന കളിയാട്ട മഹോത്സവത്തിൽ ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് വിവിധ തെയ്യക്കോലങ്ങൾ ബുധനാഴ്ച രാവിലെ മുതൽ അരങ്ങിലെത്തി. പുലർച്ചെ 4 മണിയോടെ തുളുക്കോലം ദൈവത്തിനും അസുരകാലൻ ദൈവത്തിനും ശേഷമാണ് രാവിലെ രക്തചാമുണ്ടിയുടെയും വിഷ്ണുമൂർത്തിയുടെയും പുറപ്പാടുണ്ടായത്. ഉച്ചയോടെ പ്രധാന ആരാധനാമൂർത്തിയായ IT ഭഗവതിയും ഗുളികൻ ദൈവവും അനുഗ്രഹം ചൊരിഞ്ഞ് അരങ്ങിലെത്തി. വ്യാഴാഴ്ച IT ഭഗവതിയുടെ പുറപ്പാടിന് ശേഷം ഗുളികൻ ദൈവം പരിവാരസമേതം IT-കാവിലേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് അന്നദാനവുമുണ്ട്. വൈകുന്നേരത്തോടെ കളിയാട്ട സമാപനമാവും. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിനോദസഞ്ചാരികൾക്ക് അപൂർവ അനുഭൂതി പകരുന്ന തരത്തിൽ വലിയ പറമ്പിലെ ഇടയിലക്കാട് മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിച്ചു. എല്ലാ ഭാഗങ്ങളും കായലിനാൽ ചുറ്റപ്പെട്ട ഇവിടം അസ്തമയ സൂര്യന്റെ സൗന്ദര്യം ഇരുന്ന് നുകരുവാൻ പാകത്തിലുള്ളതാണ്. വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇടയിലക്കാട് സൗത്തിൽ കായൽ മുനമ്പിൽ പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ മുനമ്പ് ബ്യൂട്ടി സ്പോട്ട് നിർമ്മിച്ചത്. അസ്തമയ സൂര്യന്റെ സൗന്ദര്യം ഇരുന്നു നുകരുവാൻ നിരവധി ഇരിപ്പിടങ്ങളും അതിമനോഹരമായ വെഡ്ഡിംഗ് ഫോട്ടോ ഗാലറിയുമാണ് മുനമ്പിൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഇന്റർലോക്ക് പാകിയ ബ്യൂട്ടി സ്പോട്ടിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായിട്ടുണ്ട്. മോർണിംഗ്, ഈവനിംഗ് വാക്ക് നടത്തുന്നവർക്കും സൗകര്യപ്രദമാണ് ഇവിടം. പഞ്ചായത്തിന്റെ 2025-26 വർഷ പദ്ധതിയിൽ സോളാർ വിളക്കുകളും
നിരീക്ഷണ ക്യാമറകളും സ്ഥാപിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ വലിയപറമ്പിന്റെ മറ്റൊരു കേന്ദ്രമായി ഇടയിലക്കാട് മുനമ്പ് മാറുമെന്ന് ഉറപ്പാണ്. ഇടയിലക്കാട് സൗത്തിൽ കായലോരത്ത് നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ബ്യൂട്ടി സ്പോട്ട് നാടിന് സമർപ്പിച്ചു. വൈസ് പ്രസിഡന്റ് പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ പ്രദീപ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഖാദർ പാണ്ഡ്യാല, കെ മല്ലിക, കെ മനോഹരൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ അജിത, എം അബ്ദുൽ സലാം, ഹെഡ് ക്ലർക്ക് എം സമീറ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കളോടൊപ്പം പരാതി നൽകുവാനെത്തിയ വിദ്യാർത്ഥി ആലപിക്കുന്ന ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ. കുന്നിൽ സ്കൂളിൽ പഠിക്കുന്ന ഇബ്രാഹിം സഹൽ എന്ന വിദ്യാർത്ഥിയാണ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മനോഹരമായ ഗാനം ആലപിച്ചത്. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ മാതാപിതാക്കളോടൊപ്പം പരാതി നൽകാനെത്തിയ വിദ്യാർത്ഥിയുടെ ഗാനം സോഷ്യൽ മീഡിയയിൽ വൈറലായി. കുന്നിൽ സ്കൂളിൽ പഠിക്കുന്ന ഇബ്രാഹിം സഹൽ എന്ന വിദ്യാർത്ഥിയാണ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ മനോഹരമായ ഗാനം ആലപിച്ചത്. പരാതി സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടെ സഹൽ തന്റെ ശബ്ദം പരീക്ഷിക്കാമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് പാട്ട് തുടങ്ങിയത്. മനോഹര ശബ്ദത്തിൽ പാടിയ ഗാനത്തിന്റെ വീഡിയോ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ അത് മിനിറ്റുകൾക്കകം ആയിരക്കണക്കിന് പേരിലെത്തി. പോലീസിന്റെ മനുഷ്യസ്നേഹപരമായ സമീപനവും കുട്ടിയുടെ സ്വാഭാവിക കഴിവും ചേർന്ന് സ്നേഹത്തിന്റെ നിറക്കാഴ്ചയൊരുക്കുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയം കീഴടക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലുടനീളം നിരവധി പേരാണ് സഹലിന് അഭിനന്ദനങ്ങൾ നൽകുന്നത്. പാട്ടുപാടി സന്തോഷം പ്രകടിപ്പിച്ച സഹലിന് ഭാവിയിൽ ഗായകനാകാനാണ് ആഗ്രഹം. തൻ്റെ പ്രതിഭയെ പ്രോത്സാഹിപ്പിച്ചതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെയും സഹൽ നന്ദി അറിയിക്കുകയും ചെയ്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പുല്ലൂരിൽ ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സർവീസ് റോഡുകളുടെയും വിവിധ ഭാഗങ്ങളിലേക്കുള്ള അനുബന്ധ റോഡുകളുടെയും പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യം. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പുല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. പുല്ലൂർ TV കരിയൻ നഗറിൽ AKJ സ്മാരക ഗ്രന്ഥാലയം ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. കാഞ്ഞങ്ങാട് ഏരിയ പ്രസിഡന്റ് M പൊക്ലൻ ഉദ്ഘാടനം ചെയ്തു. ശക്തമായിട്ടുള്ള പോരാട്ടത്തിൻ്റെ നാളുകളിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് നമ്മൾ ഈ സമ്മേളന ഘട്ടത്തിൽ നടക്കുന്നത്. തിരുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ CITUവിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം വീണ്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളും ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത് കൂടുതൽ ശക്തിപ്പെടുത്തി മുമ്പോട്ട് പോകാനും നമ്മുടെ കൈമോശം വന്നുപോയ സ്ഥാപനങ്ങൾ വീണ്ടെടുക്കാനും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സുധീഷ് അധ്യക്ഷത വഹിച്ചു. പ്രകാശൻ രക്തസാക്ഷി പ്രമേയവും അനീഷ് P അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുശീൽ കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സുനിൽ കുമാർ CK വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി രാഘവൻ പള്ളത്തിങ്കാൽ, CITU പുല്ലൂർ പെരിയ പഞ്ചായത്ത് സെക്രട്ടറി P ദാമോദരൻ, ഓട്ടോ തൊഴിലാളി യൂണിയൻ പുല്ലൂർ പെരിയ ഡിവിഷൻ സെക്രട്ടറി സുനിൽ കുമാർ വേലാശ്വരം, ഡിവിഷൻ ട്രഷറർ പ്രകാശൻ U എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി പുല്ലൂർ ടൗണിൽ പതാക ഉയർത്തി. പുതിയ ഭാരവാഹികളായി സുധീഷ് VVA പ്രസിഡന്റായും അനീഷ് PA വൈസ് പ്രസിഡന്റായും
രാമകൃഷ്ണൻ KVA സെക്രട്ടറിയായും സുശീൽ കുമാർ ജോയിന്റ് സെക്രട്ടറിയായും കൃഷ്ണൻ VA ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സർക്കാർ വനിതാ ശിശുവികസന വകുപ്പ് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പനത്തടി ഗ്രാമപഞ്ചായത്ത് ചാമുണ്ടിക്കുന്ന് അംഗൻവാടിയുടെ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച പനത്തടി ഗ്രാമപഞ്ചായത്ത് ചാമുണ്ടിക്കുന്ന് അംഗൻവാടി കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. എന്നാലും ആക്ഷേപം കേൾക്കാൻ വേണ്ടി വെറുതെ വാക്കാൽ ഒരു ഉറപ്പ് കിട്ടിയത് കൊണ്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്വാഭാവികമായിട്ടും പാണത്തൂർ നെല്ലിക്കുന്നിലെ അംഗൻവാടിയും അതോടൊപ്പം തന്നെ ഇതും ഒന്നും ചെയ്യാതെ തന്നെ ഇരുന്നത്. പക്ഷേ പണത്തൂരിൻ്റെ ഒരാഴ്ച മുമ്പ് ഇതുപോലെ നമ്മളോട് വിളിച്ചിട്ട് പറഞ്ഞു നിർബന്ധം അത് ചെയ്തോളാം. അതിന് മുമ്പേ നമ്മൾ കഴിഞ്ഞ ഈ മാസം 21-ാം തീയതി ഒരു ഡേറ്റ് MLA-യുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ആക്കിയതാണ്. അപ്പോൾ കേസ് ആയില്ല എന്നുള്ള സാങ്കേതിക അനുമതി ആയില്ല എന്നുള്ള ഒരു പ്രയാസം കൊണ്ടാണ് നമ്മൾ ചെയ്യാതിരുന്നത്. അത് ഒരാഴ്ച മുമ്പ് വിളിച്ച് പറഞ്ഞു ചെയ്തോളാം പറഞ്ഞിട്ടാണ് ഇന്നലെ ചെയ്തത്. ഇതും മിനിങ്ങാന്നാണ് ഇവിടെ വന്നിട്ട് പോയി. നമ്മൾ ഒരു ദിവസം ഉച്ചയ്ക്കാണ് വിളിച്ചിട്ട്, ഉച്ച കഴിയുമ്പോഴാണ് വിളിച്ചിട്ട് 2:30 കഴിയുമ്പോഴാണ് വിളിച്ചിട്ട് പറയുന്നത്. ജില്ലാ കളക്ടർ നേരിട്ടാണ് വിളിച്ചിട്ട് പറയുന്നത് നിങ്ങളുടെ ചാമുണ്ടിക്കുന്ന് അംഗൻവാടിയുടെ പ്രവൃത്തി ഇന്നലെ വൈകുന്നേരം തന്നെ ചെയ്യണം. 5-നോ 6-നോ പിന്നെ നമ്മുടെ വിജ്ഞാപനം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരും. അതുകൊണ്ട് പിന്നെ പ്രയാസമായിരിക്കും ചെയ്യണമെന്നുള്ളൊരു കാര്യം നമ്മോട് പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ സുപ്രിയ വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 4-ാം വാർഡ് മെമ്പർ സുപ്രിയ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് ഇർഷാദ്, പുഷ്പലത, സുശീല ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ICDS സൂപ്പർവൈസർ V ലത സ്വാഗതവും പ്രസന്നകുമാരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. നിക്ഷേപ വായ്പാ പിരിവുകാരുടെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ ഉടൻ തീരുമാനമെടുക്കണമെന്ന ആവശ്യം കോപ്പറേറ്റീവ് ബാങ്ക് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. നിക്ഷേപ വായ്പാ പിരിവുകാരുടെ കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ ഉടൻ തീരുമാനമെടുക്കുക, നിക്ഷേപ വായ്പാ പിരിവുകാരോടുള്ള വിവേചനം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചത്. CBDCA സംസ്ഥാന പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. ജനങ്ങളിൽ നിക്ഷേപശീലം വളർത്തിയെടുത്തുകൊണ്ട് കേരളത്തിന്റെ സഹകരണ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത വലിയ പങ്കുവഹിച്ചവരാണ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന ഈ നിക്ഷേപ വായ്പാ പിരിവുകാർ. എന്നാൽ സഹകരണ സ്ഥാപനങ്ങൾ വളർന്നു പന്തലിക്കുന്നതോടുകൂടിയിട്ട് അവിടെ അതിനകത്തുള്ള ഫീഡർ കാറ്റഗറിയിൽപ്പെടുന്ന ജീവനക്കാർക്ക് പരിരക്ഷ ലഭിക്കുമ്പോൾ നിക്ഷേപ വായ്പാ പിരിവുകാർ എന്ന് പറയുന്ന ഈ വിഭാഗത്തിന് ഡെപ്പോസിറ്റ് കളക്ടർമാർക്ക് അവരുടെ ജോലി സ്ഥിരത പോലും ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവർ താല്പര്യം കാണിക്കുന്നില്ല. നിരവധിയായ ഉത്തരവുകൾ സർക്കാരിലൂടെ നേടിയെടുത്തിട്ടുണ്ട് ഈ സംഘടന പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട്. 189/2009 ഉത്തരവ് പ്രകാരം 70 വയസ്സുവരെ വിരമിക്കൽ പ്രായം കണക്കാക്കിക്കൊണ്ട് സഹകരണ സ്ഥാപനങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരെ സ്ഥിരപ്പെടുത്തണം എന്നാണ് ഉത്തരവ് പ്രകാരമുള്ളത്. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഈ തീരുമാനം കൈക്കൊള്ളപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, എടുക്കുന്ന നിക്ഷേപങ്ങൾക്ക് ലഭിക്കുന്ന കമ്മീഷൻ 2 തൊട്ട് 3% വരെയും 3-ൽ അധികമായി നൽകുന്നുണ്ടെങ്കിൽ JR വഴി ഉള്ള അപേക്ഷ ഭരണസമിതി JRക്ക് കൊടുത്ത് സംസ്ഥാന സഹകരണ രജിസ്ട്രാർ അംഗീകരിച്ചുകൊണ്ട് അത് നൽകാവുന്നതാണ് എന്നാണ് നിയമം. ജില്ലാ പ്രസിഡന്റ് സരിജ ബാബു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് PV ചന്ദ്രശേഖരൻ, MK ഫസൽ റഹ്മാൻ, സുരേഷ് കരിങ്ങാട്ട്, K സരിത, സിന്ധു, സത്യഭാമ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി രാജീവൻ വെള്ളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 സമാന്തര ലോട്ടറി. തൃക്കരിപ്പൂർ മീലിയാട്ടും പടന്ന കൊക്കാക്കടവിലും 3 പേർ അറസ്റ്റിൽ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള സഹായം അർഹരായവർക്ക് എന്ന നിലയിലെ പരാമർശം ആശങ്കയുണ്ടാക്കുന്നതായി 1031 എൻഡോസൾഫാൻ സമരസമിതി. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് ഞായറാഴ്ച കാഞ്ഞങ്ങാട് പലേഡിയം ഓഡിറ്റോറിയത്തിൽ നടക്കും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും.
പെരുവാട് ദേശീയപാതയിലുണ്ടായ വാഹനാപകടം. കാറിന്റെ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിലേക്ക് പരന്നൊഴുകിയത് ഫയർഫോഴ്സിനെ അറിയിച്ച് നാട്ടുകാരുടെ സമയോചിത ഇടപെടൽ. മലയാള ദിനാചരണം ഭരണഭാഷാ വാരാഘോഷം 2025 കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദി കാസർഗോഡ് ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് ആൻഡ് വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റി വാർഷിക പൊതുയോഗം നടന്നു. സംഘം പ്രസിഡന്റ് സീതാറാം ആചാര്യ യോഗം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് നഗരസഭയിൽ കന്നഡ ഭാഷയോട് അവഗണന കാണിക്കുകയാണെന്നാരോപിച്ച് BJP പ്രതിഷേധം. കന്നഡ ബോർഡും സ്ഥാപിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.